ഇപ്പോൾ CPM-ന്റെ ഒരു കണക്ക് പറയുന്നത് സാമൂഹ്യ വിഭാഗങ്ങൾ അങ്ങനെ വ്യത്യാസം ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അല്ല, അതൊക്കെ അവർ ആശ്വസിക്കട്ടെ. ഒരു വശത്ത് CPM-നെ ജയിക്കൂ എന്ന് പറയുക, മറുവശത്ത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തർക്കമുണ്ടെന്ന് പറയുക. പിന്നെ എന്തിനാ തർക്കം? അതാണ് LDF അധികാരത്തിൽ വരുന്ന ഇത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ UDF-ലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് എന്താ തർക്കമുള്ളത്? അതിനെന്താ ആവശ്യമുള്ളത്? ഒരു സർവേക്കാരും ഇന്റലിജൻസ് സർവേ അടക്കം 90 സീറ്റും 95 സീറ്റും 99 സീറ്റും ഒന്നും പറയുന്നില്ല. 70-75 സീറ്റിനെ കഷ്ടിച്ച് 72 മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ CPM-ന് എങ്ങനെ ഉണ്ടാവും? മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നു, ബാക്കിയില്ല, ശൈലജ ടീച്ചറില്ല, രാജേഷില്ല, രാജീവില്ല. രാജീവ് ഉണ്ടെങ്കിലും മുഹമ്മദ് റിയാസാണല്ലോ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മന്ത്രിയായിരുന്നത്. PWDയും ടൂറിസം ഒക്കെ. റിയാസിനെ ആക്കുമോ? പിണറായിയുടെ പടം വച്ചതാണ് തോൽക്കാൻ കാരണം എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നിട്ടുണ്ട്. PR ടീം തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത്. അത് എന്നോട് ഒരാളൊരു തമാശ പറഞ്ഞത്, MBR-ന്റെ മകനാണ് നികേഷ് കുമാർ, ഒരു പഴയ പണി കൊടുത്തതാണ് എന്നൊരു വാദവും MBR-നെ വല്ലാതെ ദ്രോഹിച്ച ആളാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള LDF-ന്റെ പ്രതീക്ഷ ഇല്ലാതാക്കി. കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം വിരുദ്ധമായിക്കൊണ്ട് ഇന്റലിജൻസിന്റെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പല ചാനലുകളുടെ സർവേയും LDF-നാണ് മുൻതൂക്കം നൽകിയിട്ടുള്ള സർവേയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്റലിജൻസ് സർവേ പുറത്തു വരുമ്പോൾ അത് LDF-ന് ആത്മവിശ്വാസം കൂട്ടുന്നില്ലേ? ഞാൻ മുമ്പ് തന്നെ സർവേയിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും സർവേ വെച്ച് അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെയല്ല ഞാനതിനെ കാണുന്നത്. നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇന്നുണ്ടായ വ്യത്യാസം, രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടായ വ്യത്യാസം, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ് എന്നത്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കാരണങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് തുടർ ഭരണം വേണോ, പുതിയ ഭരണം വേണോ, ഭരണമാറ്റം വേണോ, ഇതാണല്ലോ ഒരു പ്രധാന മുദ്രാവാക്യം. അപ്പോൾ തുടർഭരണം വേണം എന്ന് പറയുന്ന ആളുകൾ എത്ര പേരുണ്ടാവും? ഭരണം മാറണം എന്ന് പറയുന്ന ആളുകൾ എത്രയുണ്ടാവും? ഏതൊക്കെ വിഭാഗങ്ങൾ അതുണ്ട്? എന്തുകൊണ്ട്? ഇതാണ് യഥാർത്ഥത്തിൽ ഒരു അഗ്രഗേറ്റ് നമ്മൾ പറയുന്ന മാക്രോ എന്ന് പറയുന്നില്ലേ, ഒരു സർവേയുടെ റിസൾട്ട്. ഇപ്പോൾ ഇന്റലിജൻസ് സർവേ വന്നോട്ടെ, ഇന്റലിജൻസ് ഇതിനു മുമ്പും വന്നു എന്നൊക്കെ പറഞ്ഞ് പല കണക്കുകൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇന്റലിജൻസ് സർവേയിൽ UDF വലിയ വിജയം നേടും എന്ന് വന്നൊരു ഇന്റലിജൻസ് സർവേ, കേന്ദ്ര ഇന്റലിജൻസ് സർവേ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്റലിജൻസുകാർ ആരോടാ ചോദിച്ചെന്നും ആരവരോട് മറുപടി പറഞ്ഞെന്നും അവരെത്ര ശാസ്ത്രീയമാണ് ചെയ്തതെന്നും ഒന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ UDF വരുമോ LDF വരുമോ എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് നിൽക്കട്ടെ. അത് തെരഞ്ഞെടുപ്പ് മെയ് 4-ാം തീയതി നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 2021 LDF-ന് പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളിൽ വലിയൊരു കുറവ് 2026 ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായ കാര്യമാണ്. കാരണം 10 വർഷം ഭരിച്ചതിനെതിരായിട്ടുള്ളത് മാത്രമല്ല, സാമൂഹ്യ വിഭാഗങ്ങളിൽ ഉണ്ടായ വ്യത്യാസം. ഇപ്പോൾ CPM-ന്റെ ഒരു കണക്ക് പറയുന്നത് സാമൂഹ്യ വിഭാഗങ്ങൾ അങ്ങനെ വ്യത്യാസം ഉണ്ടായിട്ടില്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അല്ല, അതൊക്കെ അവർ ആശ്വസിക്കട്ടെ. എനിക്ക് അതിന് വിരോധമില്ല. ഞാൻ ഈ സർവേ CPM-ന്റെ ഇന്നലെ ഗോവിന്ദമാഷ പത്രസമ്മേളനം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തി. അന്ന് വളരെ രസമായിരുന്നു. 20-ൽ 12 സീറ്റാണ് LDF പിടിക്കുമെന്ന് താഴെ തട്ടിലെ കണക്ക് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആയിക്കോട്ടെ, പക്ഷെ അവസാനം വന്നപ്പോൾ റിസൾട്ട് ഒരു സീറ്റിലേക്ക് ആയിരുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ CPM-ന് തന്നെ താഴെ തട്ടിലെ കണക്കുകളിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ CPM ജയിച്ചോട്ടെ, ജയിക്കാതിരിക്കട്ടെ. പിന്നെ ചില ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മെയ് 4-ാം തീയതി വരെ ഇത് അവരുടെ ആത്മവിശ്വാസം നിലനിർത്തണമെങ്കിൽ ഇങ്ങനെ ചില തരികട പണികൾ വേണം. ഒരു വശത്ത് CPM-നെ ജയിക്കൂ എന്ന് പറയുക, മറുവശത്ത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തർക്കമുണ്ടെന്ന് പറയുക. പിന്നെ എന്തിനാ തർക്കം? അതാണ് LDF അധികാരത്തിൽ വരുന്ന ഇത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ UDF-ലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് എന്താ തർക്കമുള്ളത്? അതിനെന്താ ആവശ്യമുള്ളത്? ഇത് രണ്ടുപേരെ ചാനൽ കാണിക്കുക. കാരണം അതിലൊക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് അതിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലാവും. ആ ചാനലിനെ കുറിച്ച് ഞാനൊരു ചാനലിനെയും വിലയിരുത്താൻ തയ്യാറല്ല. അത് അവർ ചെയ്യട്ടെ. അവർക്ക് രാഷ്ട്രീയമുണ്ടോ? ഒരു ചാനലിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നത് തെറ്റ്, ഒരു കുഴപ്പമില്ല. റിപ്പോർട്ടർ ചാനൽ LDF-ന് വേണ്ടി നിൽക്കുന്ന ചാനലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിരോധമില്ല. കാരണം അവർക്ക് നിൽക്കാമല്ലോ, അവർക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലേ. അതുകൊണ്ട് ഞാൻ റിപ്പോർട്ടർ ചാനലിന് കുറ്റം പറയില്ല, കാരണം അവരവർ പണി എടുക്കട്ടെ. പക്ഷേ ഇന്റലിജൻസ് സർവേ എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവേ വെച്ച് ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നെക്ക് ടു നെക്ക് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുണ്ട്. ഇവരാരും ഇപ്പോൾ ഗോവിന്ദമാഷ് 90 സീറ്റിൽ കൂടുതൽ കിട്ടും, 100 ചിലപ്പോൾ കിടക്കും എന്നൊക്കെ പറയുമെങ്കിലും ഒരു സർവേക്കാരും ഇന്റലിജൻസ് സർവേ അടക്കം 90 സീറ്റും 95 സീറ്റും 99 സീറ്റും ഒന്നും പറയുന്നില്ല.
75 സീറ്റിന് കഷ്ടിച്ചപ്പുറത്തേക്ക്. കഷ്ടിച്ച് 72. അപ്പൊ ഞാൻ ആലോചിച്ചിരിക്കുക, ഇപ്പൊ 74 എന്ന് വെച്ചോളൂ, 25 സീറ്റ് കഴിഞ്ഞോണത്തേക്കാൾ കുറവുണ്ട്. ഇവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ 25 സീറ്റ് എങ്ങനെയാ പോണേ? അതൊരു കാര്യമില്ലേ? ഈ കഴിഞ്ഞ തവണ കിട്ടി 25 സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ 25 സീറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടും. അത് പ്രാദേശിക വിഷയമാണോ? അല്ലല്ലോ. ഇവരുടെ ഇപ്പോൾ 99 MLA-മാരിൽ ഇപ്പോൾ ആന്റണി രാജു അങ്ങനെ 1-2 പേര് ഒഴിച്ച ബാക്കിയെല്ലാം മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ ജയിക്കുകയാണെങ്കിൽ 90 കൂടുതൽ വരണ്ടേ, എന്ന് മാഷ് പറഞ്ഞ പോലെ. പക്ഷേ സർവേകളിലൊന്നും 90 ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ LDF-നും പറഞ്ഞിട്ടില്ല. പറയുന്നത് UDF-നാണ്. അത് നമുക്ക് ഇലക്ഷൻ വീണ്ടുമ്പോൾ കാണാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ LDF-ന് കാര്യമായ സീറ്റ് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? ഇതൊരു വിലയിരുത്തണ്ടേ. 72 സീറ്റ് LDF ജയിച്ചു നോക്കിയാൽ 11 പോലെ 72, 68 ജയിച്ചു നോക്കിയാൽ 25, 27 സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെ? എന്തുകൊണ്ട്? ഇത് പറയണ്ടേ? അത് പിണറായിയുടെ കുഴപ്പം കൊണ്ടാണോ? ഭരണവിരുദ്ധ വികാരമാണോ? ഏതെങ്കിലും സാമൂഹ്യ വിഭാഗത്തിലുള്ള മാറ്റമാണോ? ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെന്റിനെതിരായി വേറെ തരത്തിലുള്ള പ്രാദേശികമായ പ്രശ്നങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അതിന് മറുപടി പറയണ്ടേ? മൂന്നാം ഭരണം വരും എന്ന് പറഞ്ഞാൽ പോലും മൂന്നാം ഭരണം വരില്ല. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുന്നത്. 2021 LDF-ന് വോട്ട് ചെയ്ത ആളുകൾ പൂർണ്ണമായും ഇത്തവണ അവർക്ക് വോട്ട് ചെയ്യുമെന്നുണ്ടോ? ചെയ്യുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ലല്ലോ. അതുകൊണ്ടല്ലേ 27 സീറ്റ് കുറഞ്ഞു. ഇപ്പോൾ കുറേ വോട്ട് പോകുന്നുണ്ട്. ഇനി 2021 UDF-ന് വോട്ട് ചെയ്ത ആളുകൾ ആരെങ്കിലും ഇത്തവണ LDF-ന് മാറ്റി ചെയ്യണമെന്നുണ്ടോ? ഇല്ലല്ലോ. സാധ്യത കുറവാണ്. 2021 ഈ LDF-ന് വോട്ട് ചെയ്ത ആളുകൾ അല്ലെ ഏതെങ്കിലും സാമൂഹ്യ വിഭാഗങ്ങൾ കൂടുതലായി UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? 2 വിഭാഗങ്ങൾ നമ്മൾ ഏതാണ്ട് ക്ലിയർ ആയിട്ട് അറിയാം. വടക്കൻ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷവും മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും വലിയ തോതിൽ UDF-ൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നമ്മുടെ ഫലം കാണിക്കുന്നത്. ഈ ഷിഫ്റ്റ് കൊണ്ട് വെറും 27 സീറ്റാണോ പോവുക, അതോ അതിൽ കൂടുതൽ സീറ്റ് പോകാൻ സാധ്യതയുണ്ടോ? സർവേയിൽ ഇത്രയൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്നു എന്ന് പറയുന്ന പല സ്ഥലം. ഞാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലം വടകര. ഷാഫിയും ശൈലജ ടീച്ചറും ഇഞ്ച്. അതിൽ റിപ്പോർട്ടർ ചാനലൊക്കെ ശൈലജ ടീച്ചർക്ക് ഒരു എഡ്ജ് കൊടുത്തു. കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ്. UDF ജയിച്ച മണ്ഡലങ്ങളാണ് എല്ലാം, ഒരെണ്ണം ഒഴിച്ച്. അതുകൊണ്ട് ശൈലജ ടീച്ചർക്ക് എന്തായാലും കയറും. ചെറിയ ഭൂരിപക്ഷം അത്ര ഉണ്ടാവില്ല ഷാഫി വന്നതുകൊണ്ട് എന്നായിരുന്നു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എന്തായി? ഇപ്പം പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു. പാലക്കാട് 2024 എന്തൊരു പ്രഡിക്ഷൻ ആയിരുന്നു അറിയൂ. ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകും, BJP 2-ാം സ്ഥാനത്തേക്കും, അതുകൊണ്ട് തന്നെ LDF 1-ാം സ്ഥാനത്തേക്കും. പല മണ്ഡലങ്ങളിലും, ആലപ്പുഴയിലും അത് പറഞ്ഞു. BJP പിടിക്കുന്ന വോട്ട്, BJP കൂടുതൽ വോട്ട് പിടിക്കുന്നതോടുകൂടി UDF തകരും, പകരം LDF ഭരണത്തിൽ വരും, ജയിക്കും. എന്താ ഉണ്ടായത്? സത്യത്തിൽ ഉണ്ടായത് നേരെ മറിച്ചാണ്. തെക്കൻ കേരളത്തിൽ BJP പിടിച്ച വോട്ട് തകർത്തത് ഇടതുപക്ഷത്തെയാണ്. സംശയമൊന്നും വേണ്ട. ഇനിയിപ്പോ ഈ സർവേയിലൊക്കെ പറയുന്ന പോലെ LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അതിൽ യാതൊരു സംശയവും പറഞ്ഞിട്ടുണ്ട്. ഇനി UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? വളരെ വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് തീരുമാനിക്കാൻ അവർക്ക് തർക്കം ഉണ്ടാവാം. അതിനേക്കാൾ പ്രശ്നമാണ്, കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടില്ല. പ്രതിപക്ഷ MLA ആയിട്ടിരുന്നുണ്ട് 77 പിന്നെ അദ്ദേഹം എപ്പോഴും ഭരണപക്ഷത്തെ ഉണ്ടായിട്ടുണ്ട്. MLA കാലത്തൊക്കെ 96 ജയിച്ചു, മന്ത്രിയായി, പിന്നെ രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായി. പിന്നെ അദ്ദേഹം മത്സരിച്ചില്ല. പിന്നെ മത്സരിക്കുന്നത് 2016 അന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യവും പരിഗണിച്ചാൽ ഒരു വൈബ്രന്റ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. പിന്നെയുള്ള ചോയ്സുകൾ എന്താണ്? യഥാർത്ഥത്തിൽ CPM-നെ ഏറ്റവും കുഴക്കുന്ന ചോദ്യവും അതാണ്. ശൈലജ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ നാച്ചുറൽ ചോയ്സായിട്ട് ടീച്ചറെ നമുക്കൊക്കെ പറയാം. പക്ഷെ ടീച്ചർ കൊടുക്കുമോ എന്നുള്ളതും ടീച്ചർ ജയിക്കുമോ എന്നുള്ളതും രണ്ടും ചോദ്യമാണ്. ടീച്ചർ ജയിക്കാൻ എൻ്റെ ഒരു കണക്കിൽ സാധ്യത കുറവാണ്. കാരണം ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല, ആ മണ്ഡലത്തിൻ്റെ സ്വഭാവവും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും വെച്ച് ടീച്ചർ ജയിക്കുക. പിന്നെ ടീച്ചർ തോൽക്കാത്ത ആളൊന്നുമല്ല. ഇതിന് മുമ്പ് തന്നെ ആ മണ്ഡലത്തിന് തോറ്റിട്ടുണ്ട്. 2024 നേരത്തെ പറഞ്ഞ പോലെ വടകരയിൽ നിന്ന് ദയനീയമായി തോറ്റിട്ടുണ്ട്. ടീച്ചർ തോൽക്കാനൊന്നും വിരോധമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പം സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യം പിന്നെയുള്ള പേരുകൾ എടുക്കുക. പക്ഷെ അതിലൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ രാജീവ് ഗുഡ് ചോയ്സാണ്, നല്ല ചോയ്സാണ്. ഞാൻ നല്ല പാർലമെന്ററിയനാണ്. പക്ഷേ കളമശ്ശേരി ജയിക്കണ്ടേ?
ഇപ്പം CPM-ന്റെ കണക്കൂട്ടലനുസരിച്ച് തന്നെ കളമശ്ശേരി രാജീവ് പുറകിലാണ്, രാജേഷ് പുറകിലാണ്. അങ്ങനെയുള്ള ആൾ. ബാലഗോപാലിൻ്റെ കാര്യത്തിൽ ടഫാണ്. ഉറപ്പായി താരതമ്യേന ഉറപ്പുള്ളതെന്ന് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ CPM-ന് എങ്ങനെ ഉണ്ടാവും? മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നു, ബാക്കിയില്ല, ശൈലജ ടീച്ചറില്ല, രാജേഷില്ല, രാജീവില്ല. രാജീവ് ഉണ്ടെങ്കിലും മുഹമ്മദ് റിയാസാണല്ലോ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മന്ത്രിയായിരുന്നത്, PWDയും ടൂറിസം ഒക്കെ. റിയാസിനെ ആക്കുമോ? റിയാസിനെ ആക്കാൻ വന്നാൽ എന്തായിരിക്കും CPM-ന് അകത്തുണ്ടാവാൻ പോകുന്ന തിറക്കം? ഇപ്പം തന്നെ കണ്ണൂരിൽ വലിയ തോതിലുള്ള റിഫ്റ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും മത്സരിച്ചത് കേവലം UDF-ന്റെ പിന്തുണയോട് മാത്രമല്ല, പാർട്ടിക്കകത്ത് വലിയ പിന്തുണയുണ്ട് എന്നാണ്. CPM-ന്റെ വിലയിരുത്തൽ തന്നെ പയ്യന്നൂരിൽ 50,000 വോട്ട് ജയിച്ചെടുത്ത് 20,000-നെ ജയിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 30,000 വോട്ട് കുറയും, അല്ലെങ്കിൽ 15,000 വോട്ട് മാറിയിട്ടുണ്ട്. 15,000 വോട്ട് അവിടെ കിട്ടിയത് ഇങ്ങോട്ട് മാറിയാൽ മതിയല്ലോ. അപ്പോൾ 15,000 വോട്ടിൻ്റെ സ്വാധീനം കുഞ്ഞികൃഷ്ണന് പയ്യന്നൂർ മണ്ഡലത്തിൽ ഉണ്ട് എങ്കിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അതുപോലെ ഓരോ മണ്ഡലത്തിലെയും, ധർമ്മട മണ്ഡലത്തിൽ 50,000 60,000 കിട്ടിയതാണ്, മട്ടന്നൂർ അതിലും കൂടുതൽ കിട്ടിയതാണ്. അവിടെയൊക്കെ പുറകോട്ട് പോവുകയും വോട്ടിൽ പുറകോട്ട് പോവുകയും ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഇപ്പം ഇന്നലെ ഞാനൊരു ലിസ്റ്റ് കണ്ടത് അഴീക്കോടിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ്. അഴീക്കോട് കഴിഞ്ഞ തവണ CPM ജയിച്ച സ്ഥലമാണ്. അഴീക്കോട് ടഫാണെന്നാണ് CPM വിലയിരുത്തുന്നതെന്നാണ്, എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ വോട്ട് ഇടിവുണ്ടാവുകയും ചെയ്താൽ അപ്പോൾ കേവലം ഒരു കുഞ്ഞികൃഷ്ണനോ ഗോവിന്ദനോ പ്രശ്നം നിൽക്കില്ല. MV ഗോവിന്ദനെ ആരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്നതന്നെ ഇലക്ഷൻ കാലത്ത് മാറ്റിവെച്ചു. അതെന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ പാർട്ടിക്ക് നേരിടേണ്ടി വരും. കണ്ണൂരിൽ പാർട്ടിക്ക് ചോദ്യം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിൽ. ഭരണം കിട്ടിയാൽ പോലും ഞാൻ പറയുന്നത് വളരെ വലിയൊരു തിരിച്ചടി പാർട്ടി കോട്ടകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും. പ്രതിപക്ഷ നേതാവാകുമ്പോൾ അതിനേക്കാൾ കൂടുതലാവും. കാരണം തോൽപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം വരും. ഇപ്പം തന്നെ നമ്മുടെ ഹാൻഡിലുകളിൽ പിണറായിയുടെ പടം വച്ചതാണ് തോൽക്കാൻ കാരണം എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നിട്ടുണ്ട്. PR ടീം തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത്. അത് എന്നോട് ഒരാളൊരു തമാശ പറഞ്ഞത്, MBR-ന്റെ മകനാണ് നികേഷ് കുമാർ, ഒരു പഴയ പണി കൊടുത്തതാണ് എന്നൊരു വാദവും, MBR-നെ വല്ലാതെ ദ്രോഹിച്ച ആളാണ് പിണറായി വിജയൻ. പാർട്ടി പകപോക്കിയതാണ് എന്നുള്ള മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ശകുനി വരുന്നത്, ശകുനി ദുഷ്ടകഥാപാത്രമാണെങ്കിലും ശകുനി ദുര്യോധനോട് പക കൂട്ടിയതാണെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അയാളുടെ ഈ അന്ധനായ ഒരു രാജാവിനെ കൊണ്ട് തൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു. ഗാന്ധാരിയുടെ ബ്രദറാണല്ലോ. അപ്പോൾ അതിനുള്ള ദേഷ്യം തീർത്തതാണ്. ഈ നികേഷ് കുമാർ അങ്ങനെ തീർത്തതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ആവാം. പക്ഷേ CPM-ന് ഒരുപാട് ചോദ്യങ്ങൾക്ക്, അത് ഭരണം കിട്ടിയാൽ കുറച്ച് ചോദ്യമായിരിക്കും, ഭരണം നഷ്ടപ്പെട്ടാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതിൻ്റെ അവസാനത്തെ ഉത്തരമായിരിക്കും ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്.